ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ലാസറിൻ്റെ ശനിയാഴ്ച. നാം ഇന്ന് ചിന്തിക്കുന്ന വചനം യോഹന്നാൻ ശ്ലീഹായിൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വചനം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യൻ അവസാനിച്ചുവെന്ന് വിധി എഴുതുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കുക. ലാസർ മരിച്ചിട്ട് 4 ദിവസമായി. അവൻ്റെ ശരീരം നാറിത്തുടങ്ങിയെന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു. അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി. മനുഷ്യൻ്റെ യുക്തി അനുസരിച്ച് ഇനി അവിടെ ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ സകലതും അവസാനിച്ചുവെന്ന് ലോകം കരുതുന്ന കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു ജീവൻ്റെ വിളിക്കുകയാണ്. ലാസറെ പുറത്തു വരിക. നമ്മുടെ ജീവിതത്തിലും ചില ബന്ധങ്ങളോ സ്വപ്നങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നവരാവാം. എന്നാൽ ആ ഇടത്ത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നാം തിരിച്ചറിയുക. കല്ലറയുടെ മുമ്പിൽ നിന്ന് പിറകോട്ട് മാറാനല്ല, നേരെ മറിച്ച് വിശ്വാസത്തോടെ കല്ലറയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റാനാണ് കർത്താവ് ആവശ്യപ്പെടുക. നീ വിശ്വസിച്ചാൽ തീർച്ചയായും ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വചനഭാഗം വിശ്വാസപൂർവം മുൻപോട്ട് പ്രയാണം ചെയ്ത് ദൈവമഹത്വം ദർശിക്കുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.